ശബരിമലയിൽ യുവതീ പ്രവേശത്തെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ വിശദീകരണം നൽകാൻ തന്ത്രിക്ക് സാവകാശം നൽകി. 2 ആഴ്ചത്തെ സമയമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുവദിച്ചത്. ഇന്ന് സമയപരിധി അവസാനിക്കാൻ അവകാശം. ടി.ജി. സജിത്ത് ചേരുന്നു. സജിത്ത്, ഈ വിഷയത്തിനകത്ത് വിശദീകരണം നൽകിയേക്കുമെന്നുള്ള സൂചനകളാണോ ഉള്ളതിപ്പോൾ? തന്ത്രി പ്രധാനമായും ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ തനിക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ട്, നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട്, ഇത്തരം ചർച്ചകൾക്കും കൂടിയാലോചനയ്ക്കുമാണ് തനിക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്ന തന്ത്രിയുടെ ആവശ്യം. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2 ആഴ്ചത്തേക്കുള്ള സമയം ദീർഘിപ്പിച്ചു നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനമുണ്ടായിരിക്കുന്നത്. നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശുദ്ധിക്രിയ നടത്തിയത് തുടർന്നാണ് തന്ത്രി കണ്ഠര് രാജീവർക്കെതിരെ വിശദീകരണത്തിന് ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകിയത്. പലതവണ ഇത് സംബന്ധിച്ച് ചില മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷേ തന്ത്രി ഇതുവരെയും വിശദീകരണം നൽകിയിരുന്നില്ല. ഇന്ന് അതിന്റെ സമയപരിധി പൂർത്തിയാവുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും തനിക്ക് സമയം ദീർഘിപ്പിച്ചു നൽകണമെന്ന തന്ത്രിയുടെ ആവശ്യമുണ്ടാവുന്നത്. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് സമയം ദീർഘിപ്പിച്ചു നൽകുന്നത്. എന്തായാലും വിശദീകരണം നൽകും എന്ന് തന്നെയാണ് തന്ത്രിയുടെ ഇന്ന് നൽകിയ അപേക്ഷയിലുള്ള സൂചന തന്നെയുള്ളത്. സജിത്ത്, തന്ത്രി സമാജം അടക്കമുള്ളവർ, ബ്രാഹ്മണ സമാജം അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെടുത്ത നിലപാട് വിശദീകരണം നൽകേണ്ട ബാധ്യത തന്ത്രിക്കില്ല, പക്ഷേ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, അപ്പോൾ നേരെ കടക്കുന്ന നിയമ നടപടികളൊക്കെയാണ് എന്നുള്ള സൂചനയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പക്ഷേ നേരിട്ടുള്ള ഒരു വിശദീകരണം തന്ത്രി നൽകിയേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണോ സ്ഥിരീകരിക്കാവുന്നത്? ഇതുമായി ബന്ധപ്പെട്ട നിയമസാധ്യത തന്ത്രി പരിശോധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതായത് നിയമവിദഗ്ധരുമായി ഇതിന്റെ സാധ്യതകൾ കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം ഒരു നിലപാട് അറിയിക്കാനാണ് തന്ത്രി ഒരുങ്ങുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് അനുവദിച്ച ഒരു സമയപരിധിക്കുള്ളിൽ ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല. അവരുടെ സൂചിപ്പിച്ച പോലെയുള്ള സാഹചര്യങ്ങൾ, തന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, അത്തരം ചില തന്ത്രി സമാജം അടക്കമുള്ള മറ്റ് സംഘടനകളൊക്കെ അത്തരത്തിലുള്ള തന്ത്രി ഇതിന് വിശദീകരണം നൽകേണ്ടതില്ല എന്നൊരു നിലപാടൊക്കെ എടുത്തിരുന്നു. പക്ഷേ അത്തരം നിലപാടൊന്നും തന്ത്രി ദേവസ്വം ബോർഡ് നൽകിയ കത്തിൽ സമയം ദീർഘിപ്പിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിൽ സൂചിപ്പിക്കുന്നില്ല. മറിച്ച് തനിക്ക് നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട്, അതിനാലാണെങ്കിൽ സമയം കൂടുതൽ വേണമെന്നാണ് തന്ത്രിയുടെ ആവശ്യം. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 2 ആഴ്ച കൂടി സമയം ദീർഘിപ്പിച്ചത്. 2 ആഴ്ച കൂടി സമയം ദീർഘിപ്പിച്ച് നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ദേവസ്വം ബോർഡ് അംഗങ്ങളോ പ്രസിഡന്റോ നടത്തിയിട്ടുണ്ടോ സജിത്ത്? ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്നതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. കാരണം സമയം ദീർഘിപ്പിച്ച് നൽകാൻ വ്യവസ്ഥയുണ്ട്, അത് സ്വാഭാവികമായി പാലിക്കപ്പെടേണ്ട കാര്യമാണ്. അതാണ് ദേവസ്വം ബോർഡ് പാലിച്ചിരിക്കുന്നത് എന്നതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഇതിനിടയിൽ ഈ ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ കേസിൽ കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തന്ത്രിയുടെ വിശദീകരണം അടക്കമുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ഈ കേസിൽ വിഷയമായി വന്നേക്കാം. അതുകൂടി ദേവസ്വം ബോർഡ് മുന്നിൽ കാണുന്ന ഒരു സാധ്യതയാണ്. എന്തായാലും ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. തന്ത്രി ആവശ്യപ്പെട്ടു, അതനുസരിച്ച് സമയം ദീർഘിപ്പിച്ചു നൽകിയെന്നതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. അതോടൊപ്പം തന്നെ സജിത്ത്, ഒരു ചോദ്യം കൂടി, തന്ത്രി സമാജം അടക്കമുള്ളവരുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണമുണ്ടോ? കഴിഞ്ഞ തവണ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിയമ നടപടിയിലേക്കാണ് പോകുന്നത് എന്നതിനൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണത്തിന് ബദലായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകാനോ മറ്റോ സാധ്യതയുണ്ടോ? അത്തരം സാധ്യതകൾ ഇപ്പോൾ പറയുക വൈകി. അത്തരം പുതിയ നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ ദേവസ്വം ബോർഡ് ചോദിച്ച വിശദീകരണത്തിന് തന്ത്രി വിശദീകരണം നൽകേണ്ടത് ഒരു ബാധ്യതയാണ് എന്ന ഒരു പൊതുവിലയിരുത്തലുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു വിശദീകരണം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ തന്ത്രി ഇതിന്റെ എല്ലാ നിയമവശങ്ങളും കൂടി ആലോചിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് വിശദീകരണം കൊടുക്കും എന്ന സൂചന തന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ സമയം ദീർഘിപ്പിച്ച് നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദീകരണം നൽകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതായത് സജിത്ത്, വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല, കാരണം തന്ത്രിക്കാണ് ഇതിനകത്ത് പരമാധികാരം, ആചാരപരമായിട്ട് തന്ത്രിക്കാണ് അധികാരം എന്നുള്ളൊരു വാദമാണ് മറുവശം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അത്തരം വാദങ്ങൾക്കപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്നുകൂടി വ്യക്തമാവുകയാണ് 2 ആഴ്ചത്തെ സമയം അനുവദിച്ചു നൽകുന്നതിലൂടെ. അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് പറഞ്ഞ. എന്തായാലും ദേവസ്വം ബോർഡ് മുൻ നിലപാടിൽ നിന്ന് മാറുന്നില്ല. തന്ത്രി വിശദീകരണം നൽകണം.
വിശദീകരണം നൽകാൻ ബാധ്യതപ്പെട്ട വ്യക്തിയാണ്. ഇതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ഈ നിലപാട് വീണ്ടും ദേവസ്വം ബോർഡ് ആവർത്തിക്കുകയാണ്. പക്ഷേ സമയം ദീർഘിപ്പിച്ച് നൽകിയത് അതിന്റെ ഒരു സ്വാഭാവിക നടപടിക്രമം എന്നതാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. എന്തായാലും സർക്കാരും ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡ് എടുത്ത നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായിട്ടില്ല. ദേവസ്വം ബോർഡ് തന്ത്രി ഈ കാര്യത്തിൽ വിശദീകരണം നൽകണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. TG സജിത്ത് തുടരുക. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത്. ശബരിമല യുവതി പ്രവേശത്തെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ തന്ത്രി വിശദീകരണം നൽകണമെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇന്ന് സമയപരിധി അവസാനിക്കുകയായിരുന്നു. 2 ആഴ്ചത്തെ സമയമാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചത്തെ സമയം കൂടി നീട്ടി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അയ്യപ്പധർമ്മസേന ഭാരവാഹി രാഹുൽ ഈശ്വർ തന്ത്രി കുടുംബാംഗം നമുക്കൊപ്പം ചേർന്നു. രാഹുൽ, തന്ത്രി വിശദീകരണം നൽകേണ്ടത് തന്നെയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം ബോർഡ്. അതുകൊണ്ട് തന്നെ 2 ആഴ്ചത്തെ സമയം നീട്ടി നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. നിയമ നടപടികളിലേക്ക് കൂടി ആലോചിച്ച് അല്ലെങ്കിൽ നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം വിശദീകരണം നൽകുമെന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് രാഹുൽ, ഏത് രീതിയിലുള്ള ഒരു വിശദീകരണം നൽകാനാണ് ഉദ്ദേശിക്കുന്നത് തന്ത്രി? നല്ലതാണ്. അദ്ദേഹത്തിന്റേതായ ഔദ്യോഗികമായ പ്രതികരണം നൽകും. പക്ഷേ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ച് സജീവമായി ഇടപെടുന്നവരും ഇതിനെ ഒരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ടാണ് കാണുന്നത്. ഇത് ആരുടെയോ വിജയമോ പരാജയമോ ഒന്നുമല്ല. ഇതൊരു നോൺ കോൺഫ്രണ്ടേഷണൽ അല്ലെങ്കിൽ യുദ്ധത്തിന് പോകാത്ത, പോരാട്ടത്തിന് പോകാത്ത ഒരു സമീപനമായിട്ടാണ് കാണുന്നത്. നമുക്ക് സുപ്രീം കോടതിയിൽ തന്നെ വളരെ സെൻസിറ്റീവ് ആണ് കേസെന്നറിയാം. ഈ അവസരത്തിൽ പരസ്പര വൈര്യമുണ്ടാക്കാതെ, പരസ്പരം പോരാടാതെ തന്ത്രിയും ദേവസ്വം ബോർഡും ഒരു ശരീരത്തിന്റെ 2 കൈകളാണ്. അവർ ഒരുമിച്ച് നീങ്ങേണ്ടവരാണ്. തന്ത്രി ആചാര കാര്യങ്ങളിലെ പരമാധികാരിയും ദേവസ്വം ബോർഡ് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ബോഡിയാണ്. അപ്പൊ ഇവര് രണ്ടും ഒരേ ശരീരത്തിന്റെ 2 കൈകളാണ്. 2 കൈകൾ പരസ്പരം തർക്കിക്കുകയോ പരസ്പരം നീരസം ഉണ്ടാകുകയോ ചെയ്യുന്ന നിലപാട് ശരിയല്ല. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. പത്മനാഭ സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരാളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരിക്കുന്നത്. വലിയ വിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ അടക്കമുള്ള സമീപനങ്ങളിൽ വിശ്വാസമുണ്ട്. വളരെ പക്വമായ, പരസ്പരം പ്രകോപനം സൃഷ്ടിക്കാത്ത ഈ സമീപനത്തിന് വളരെയധികം ഒരു ഭക്തൻ എന്ന രീതിയിൽ നന്ദിയും സ്നേഹവും ആദരവും ദേവസ്വം ബോർഡിനോട് പറയും. രാഹുൽ, യോഗക്ഷേമ സഭ അടക്കമുള്ളവർ തന്ത്രി വിശദീകരണം നൽകേണ്ട കാര്യമില്ല, തന്ത്രിക്ക് വിശദീകരണം കൊടുക്കേണ്ട ബാധ്യതയില്ല, അങ്ങനെ ഒരു നിലപാടല്ലേ പ്രകടിപ്പിച്ചിരുന്നതും? പക്ഷെ ആദ്യം അല്ല, ഈ ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ച് ആഴത്തിൽ അറിയുന്നവർക്കറിയാം, ഒരു കാരണവശാലും ആചാര കാര്യങ്ങളിൽ തന്ത്രിയുടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. തന്ത്രിയാണ് വിശ്വാസ ആചാര കാര്യങ്ങളിലെ പരമാധികാരി. അത് സുപ്രീം കോടതിയുടെ ഒരു സെറ്റിൽഡ് പൊസിഷനാണ്. ഉദാഹരണം, സുപ്രീം കോടതിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രം കേസ് വന്നപ്പോൾ അവിടെ 51 മിനിറ്റ് വാദിച്ചതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു ക്ഷേത്രത്തിൽ എന്ത് ഗാനം ഇടണം, മന്ത്രം ഇടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. റിച്വൽ കാര്യങ്ങളിൽ, അതായത് അമ്പലത്തിൽ ഇപ്പം ക്യൂ നിർണ്ണയിക്കാൻ തന്ത്രിക്ക് അവകാശം അധികാരമില്ല. പക്ഷെ അമ്പലങ്ങളിൽ വരുന്ന ആചാരാനുഷ്ഠാനപരമായ കാര്യങ്ങൾ 100% തന്ത്രിക്കാണ് പരമാധികാരം. അതിന് തർക്കം ഏതുമില്ലാത്തൊരു വിഷയമാണ്. അതൊരു സെറ്റിൽഡ് പൊസിഷനാണ്. അതുകൊണ്ട് അതിൽ തർക്കിക്കേണ്ട കാര്യമേ വരുന്നില്ല. രാഹുൽ, അതുകൊണ്ട് തന്നെ വിശദീകരണം നൽകേണ്ട ബാധ്യതയിൽ, അതാണ് ഞാൻ ചോദിച്ചത്, വിശദീകരണം നൽകേണ്ട ബാധ്യതയില്ല, വിശദീകരണം നൽകേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു നിലപാടായിരുന്നു. പൂർണ്ണമായി നിയമ നടപടികളിലേക്കാണ് പോവുക, വിശദീകരണം നൽകുകയില്ല എന്നുള്ള ഒരു സൂചനകളായിരുന്നു നേരത്തെ യോഗക്ഷേമ സഭ അടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ആ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, അതായത് വിശദീകരണം നൽകാമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നു അല്ലെ? ഇല്ലില്ല, അങ്ങനെ ആരും പറഞ്ഞില്ല. വിശദീകരണം നൽകാൻ ആരും തീരുമാനം എടുത്തിരിക്കുന്നതുമല്ല. താഴവൺ മഠത്തിൽ നിന്ന് ഓൾറെഡി ഒരു പ്രസ് റിലീസ് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. ആയിരക്കണക്കിന് ആളുകളായി ശബരിമല തന്ത്രി കുടുംബം താഴവൺ തന്നെയാണ്, അല്ലെങ്കിൽ ബാക്കി യോഗക്ഷേമ സഭ അടക്കം ബ്രാഹ്മണ സംഘങ്ങളിൽ നിന്ന് പോയിന്റ് ഔട്ട് ഇതൊരു സെറ്റിൽഡ് ലീഗൽ പൊസിഷനാണ്. പക്ഷേ നിയമത്തിന്റെ സാങ്കേതികതകൾക്കപ്പുറം പരസ്പരം പോരടിക്കുന്ന ഒരു നിലപാട് എടുക്കേണ്ടെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചാൽ എനിക്ക് തോന്നുന്നില്ല രാജീവരെ പോലെ പരമസാത്വികനായ, അതായത് എന്റെ അമ്മാവൻ സ്ഥാനമുള്ള വ്യക്തിയാണ്, പക്ഷേ എന്നോട് പോലും പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കരുത്, ഏറ്റവും സാത്വികരമായി മാത്രമേ പോകാവൂ, പ്രകോപനം സൃഷ്ടിക്കരുത്. മുത്തച്ഛനെ പറയുന്നത് കണ്ടൊരു മഹേശ്വരുടെ അതേ നേച്ചറുള്ള ഒരു വിവാദങ്ങളിലും അനാവശ്യമായിട്ട് ഏർപ്പെടാത്ത, എല്ലാവരോടും സൗമ്യമായി സംസാരിക്കുന്ന കണ്ടൊരു രാജീവരും ഏറ്റവും സൗമ്യമായ നിലപാട് എടുക്കും. പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് 2 ആഴ്ചയും കൂടെ നൽകാമെന്ന് പറഞ്ഞത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്, നോൺ കോൺഫ്രണ്ടേഷൻ സ്റ്റെപ്പാണ്. ഇത് ദേവസ്വം ബോർഡിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതായത് രാഹുൽ, ചോദ്യം ഇതാണ്, തന്ത്രി എന്തായാലും വിശദീകരണം നൽകാം, ദേവസ്വം ബോർഡിന് നൽകും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ? ഇല്ല, തന്ത്രിക്ക് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല എന്ന് ലീഗൽ എക്സ്പേർട്സ്, യോഗക്ഷേമ സഭ, ബ്രാഹ്മണ സംഘടനകൾ എല്ലാവരും സൂചിപ്പിച്ചിട്ടില്ലേ? തന്ത്രി ക്ഷേത്ര കാര്യങ്ങളിലെ പരമാധികാരിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല.
അത് നായനാരുടെ കാലത്ത് അവർ കൊടുത്ത് അഫിഡവിറ്റുള്ളതുണ്ട്. ക്ഷേത്ര കാര്യങ്ങൾ തീരുമാനിക്കുന്ന തന്ത്രിയാണ്. അതുകൊണ്ട് തന്ത്രിക്ക് അങ്ങനെ വിസ്തീർണം കൊടുക്കണോ വേണ്ടോ എന്നൊരു ഗ്രേ ഏരിയ ഉണ്ടെങ്കിൽ അത് തർക്കിച്ചോട്ടെ. പക്ഷേ തന്ത്രി വിസ്തീർണം ഇപ്പൊ 21-ാം തീയതി വരെയല്ലേ സമയം കൊടുത്തിരുന്നത്. ദേവസ്വം ബോർഡ് ഒരു യുദ്ധം ചെയ്യേണ്ട എന്നുള്ള നിലപാടിൽ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾക്ക് അതീതമായി ആ വിസ്തീകരണത്തിന് കുറെ കൂടെ മാറ്റിവെക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സ്റ്റെപ്പ് അല്ലേ? തന്ത്രി ആചാരകാര്യങ്ങളിലെ പരമാധികാരിയാണെന്ന് ശബരിമല തന്ത്രി മാത്രമല്ല, അതാത് അമ്പലങ്ങളിലെ തന്ത്രികൾ പരമാധികാരിയാണ്. ആ വാദത്തിന് ചുവട് പിടിച്ചാണ് ചോദിക്കുന്നത്. ദേവസ്വം മാനുവലിന്റെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് വിശദീകരണം നൽകേണ്ട ആവശ്യമുണ്ട്. ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ. അങ്ങനെയല്ല, തന്ത്രി ദേവസ്വം ബോർഡിന്റെ എംപ്ലോയി അല്ല, തന്ത്രി ദേവസ്വം ബോർഡിന്റെ ശമ്പളക്കാരനല്ല. അതാത് ചടങ്ങുകൾക്ക് തന്ത്രിയുടെ ദക്ഷിണ ഫിക്സ് ചെയ്തിട്ട് വരികയാണ്. തന്ത്രി ദേവന്റെ പിതാവാണ്, റിച്വലിസ്റ്റിക്കലി ദേവന്റെ പിതാവാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വിസ്തീകരണം തന്ത്രി നൽകണം എന്ന കാഴ്ചപ്പാട് ഭക്തർക്കില്ല. കോൺഗ്രസ് BJP അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പറഞ്ഞു, യോഗക്ഷേമ സഭ പറഞ്ഞു, ബ്രാഹ്മണ സഭകൾ പറഞ്ഞു, ബാക്കിയുള്ള പ്രമുഖ സാമുദായിക സംഘങ്ങൾ NSS അടക്കം തന്ത്രിക്ക് നന്ദി പറയുകയുണ്ടായി. പക്ഷേ ഈ വിഷയം സെൻസിറ്റീവാണ്. വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനം ഉണ്ടാക്കാൻ കഴിയുന്ന വിഷയമാണ്. ഒറ്റ ചോദ്യമാണ് രാഹുൽ, എനിക്കത് ക്ലിയർ ആവാൻ വേണ്ടി മാത്രം ചോദിക്കുന്നതാണ്. തന്ത്രി വിശദീകരണം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, നൽകുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, അത് കണ്ഠരര് രാജീവനെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. പക്ഷെ ഞങ്ങളുടെ ഭക്തരുടെ കണ്ണിൽ തന്ത്രി പരമാധികാരിയാണ്. തന്ത്രിക്ക് ആചാര കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിനോ ബാക്കി ആർക്കോ തന്ത്രിക്ക് മുകളിൽ ഒരു നിലപാടെടുക്കാൻ അധികാരമില്ല. ദേവപ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആ ദേവപ്രശ്നത്തെ ഡിലേ ചെയ്യാൻ ഇതുവരെയുടെ ഒരു നിലപാടനുസരിച്ചിട്ട് അദ്ദേഹം ഇന്ന് ഈ ദിവസം വരെ വിശദീകരണം നൽകിയിട്ടില്ല. ഇനി 2 ആഴ്ച കഴിഞ്ഞും വിശദീകരണം നൽകണമെന്നുണ്ടെങ്കിൽ കൂടിയാലോചനയ്ക്ക് ശേഷമേ ഉണ്ടാവൂ. നൽകാനല്ല ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത് കണ്ഠരര് രാജീവൻ, അത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ഞാൻ അതിലൊരു നിലപാട് പറയുന്നത് വ്യക്തമല്ല, ശരിയല്ല. പക്ഷെ ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉറച്ചു പറയാം, തന്ത്രിയോട് ആ രീതിയിൽ വിസ്തീകരണം ചോദിച്ചു മേടിച്ച് സെൻഷർ ചെയ്യാനെന്നുള്ള ഭാവത്തിൽ പറയാൻ ദേവസ്വം ബോർഡിന് ലീഗലി റൈറ്റ് ഇല്ല, റിച്വലിസ്റ്റിക്കലിയും റൈറ്റ് ഇല്ല. ദയവായി തുടരുക രാഹുൽ ഈശ്വർ, ദയവായി 1 മിനിറ്റ് തുടരുക. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ A. പത്മകുമാർ നമുക്ക് ചേർന്നു. ശ്രീ A. പത്മകുമാർ, 2 ആഴ്ച കൂടി സമയം ദേവസ്വം ബോർഡ് വിശദീകരണം നൽകാൻ അനുവദിച്ചു കൊടുത്തത് പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കമാണെന്ന് തന്ത്രി കുടുംബാംഗം കൂടിയായ രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന് വിശദീകരണം തന്ത്രിയോട് ചോദിക്കാനുള്ള അധികാരമില്ല, അങ്ങനെയാണ് ഭക്തർ കരുതുന്നത്, അങ്ങനെയാണ് കരുതേണ്ടത് എന്ന് രാഹുൽ വാദിക്കുകയും ചെയ്യുന്നു. ദേവസ്വം ബോർഡ് എന്താണ് കരുതുന്നത്? തന്ത്രി വിശദീകരണം നൽകും, ദേവസ്വം ബോർഡ് നൽകി ചോദിച്ചിരിക്കുന്ന ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ താൻ ബാധ്യസ്ഥനാണ് എന്ന് അദ്ദേഹം കരുതുന്നുണ്ട്. അങ്ങനെയാണോ കരുതുന്നത് ദേവസ്വം ബോർഡ്? അല്ല, ഇതൊരു ലോകമഹായുദ്ധത്തിന്റെ പ്രശ്നമൊന്നും അല്ല. ഇത്ര വലിയ ഇത് സംഗതി അവിടെ 2 യുവതികൾ കയറി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോ തന്ത്രി സ്വാഭാവികമായിട്ട് അവിടെ ശുദ്ധിക്രിയ ചെയ്തു. ആ ശുദ്ധിക്രിയ ചെയ്യുമ്പോൾ സാധാരണ നിലയ്ക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ, ഇപ്പൊ ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിലുമൊക്കെ ശുദ്ധിക്രിയ അല്ലാതെ ചെയ്യാറുണ്ട്. അത് അല്ലാതെ ചെയ്യുമ്പോൾ അത് ദേവസ്വം ബോർഡിന്റെ കൂടെ അനുമതി വേണ്ടതാണ്. ആ അനുമതിയുടെ അടിസ്ഥാനത്തിൽ വേണം അത് ചെയ്യാനെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോ ഈ കേസ് മാത്രമല്ല, ഇപ്പൊ തന്ത്രിമാരുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധികളുണ്ട്. അതുപോലെ തന്നെ ഈ തന്ത്രിമാര് തമ്മിലുണ്ടായിട്ടുള്ള തർക്കം പരിഹരിക്കാൻ വേണ്ടി 12 പ്രാവശ്യം ജസ്റ്റിസ് KT തോമസും അതുപോലെ തന്നെ രാജഗോപാലൻ നായർ ഉൾപ്പെടെയും ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയലാർ രവിയുടെ കൊച്ചുമകളുടെ ചോറൂണുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട് തന്ത്രിയുടെ അവകാശം സംബന്ധിച്ച്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇപ്പൊ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെയല്ല, ദേവസ്വം ബോർഡിനും ചെറിയ അവകാശങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം വിശദീകരണം തരട്ടെ. ഇപ്പൊ ഇന്നലെ വരെ അദ്ദേഹം ശബരിമലയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് നിയമജ്ഞന്മാരുമായിട്ട് ആലോചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം 15 ദിവസം കൂടെ വേണമെന്ന് പറഞ്ഞു. ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ നടപടിക്രമം മാത്രമാണ്. തന്ത്രിയുടെ ആവശ്യപ്രകാരമാണോ 2 ആഴ്ച നീട്ടിക്കൊടുത്തത്? അതെ 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 അദ്ദേഹം 2 ആഴ്ച കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടത് ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അത് സാധാരണ ഒരു നീതിയുടെ പ്രശ്നമാണ്. ആ നീതിയുടെ ഇത് മാത്രം നോക്കിയിട്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ശ്രീ പത്മകുമാർ, അദ്ദേഹം വിശദീകരണം നൽകുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നത് അല്ലേ? നൽകണമല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ വാദം നൽകണമല്ലോ എന്നാണ്. പക്ഷേ മറ്റൊരു വശമുണ്ടല്ലോ, താങ്കളും കാണുന്നതാണല്ലോ അവരുടെ പ്രതിഷേധവും യോഗക്ഷേമ സഭ അടക്കമുള്ളവർ എടുത്ത നിലപാടൊക്കെ താങ്കളും കണ്ടതാണല്ലോ. അതുകൊണ്ടാണ് ചോദിച്ചത്. ആ പ്രതിഷേധങ്ങളൊക്കെ നടക്കട്ടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധികാരത്തെയും അവകാശത്തെയും ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ള അധികാര അവകാശം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ദേവസ്വം ബോർഡിന്റെ അധികാരാവകാശങ്ങളിൽ കടന്നു കയറാനോ
അതിന് മേലെ കയറാനോ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതായത് ബോർഡിന്റെ നിലപാടിൽ മാറ്റമില്ല. വിശദീകരണം ചോദിച്ചാൽ ബോർഡിന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. അല്ല, ബോർഡിന് യാതൊരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ തീർച്ചയായും ശ്രീ പത്മകുമാർ, രാഹുൽ ഈശ്വർ അതിനുള്ള ഒരു മറുപടി കൂടി. അതായത് ബോർഡ് നിലപാടിൽ മാറുന്നില്ല, ബോർഡിന് ഈ വിഷയത്തിനകത്ത് ചോദിക്കാനുള്ള അധികാരമുണ്ടെന്ന് ആവർത്തിക്കുക തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. മാത്രമല്ല 2 ആഴ്ചത്തെ സാവകാശം ചോദിച്ചത് തന്ത്രി കണ്ഠരര് രാജീവര് തന്നെയാണ്. അദ്ദേഹം വിശദീകരണം നൽകേണ്ടതാണല്ലോ എന്ന് പ്രസിഡന്റ് പറയുകയും ചെയ്തു. രാഹുൽ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഒരു മറുപടി മാത്രം. ദേവസ്വം ബോർഡിന് ഒരുപാട് അധികാര അവകാശമുണ്ട്. മന്നത്താചാര്യൻ മുതൽ ആർശങ്കർ അടക്കം, പത്മകുമാർ സാർ അടക്കം, പ്രയാർ സാർ അടക്കം ഒരുപാട് പേര്, ഞങ്ങൾ ആദരിക്കുന്ന ഒരുപാട് പേരുന്ന കസേരയാണ്. ദേവസ്വം ബോർഡിന് അധികാരാവകാശങ്ങളുണ്ട്, തന്ത്രിക്ക് അധികാരാവകാശങ്ങളുണ്ട്. ഇവർക്ക് രണ്ടുപേരോടൊപ്പം ഭക്തർക്കും ഒരുപാട് അധികാരാവകാശങ്ങൾ ഈ അമ്പലങ്ങളിലുണ്ട്. കാര്യം ഞങ്ങൾ അടക്കമുള്ള സാധാരണക്കാരുന്ന ഭക്തിയും കാശുമാണ് എല്ലാ അമ്പലങ്ങളെയും നിലനിർത്തുന്നത്. ആ ഭക്തിയിൽ എന്നേക്കാളൊക്കെ മുമ്പിൽ നിൽക്കുന്ന, എന്നേക്കാളൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഭക്തനായ പത്മകുമാർ സാർ നിലപാട് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാനോ അതിനെ മേളിൽ പറയാനോ അതിന്റെ കൂടെ പറയാനോ എനിക്ക് അർഹതയില്ല. അതുകൊണ്ട് ഞാൻ നിലപാട് പറയുന്നില്ല. പക്ഷെ സാധാരണ ഭക്തൻ കാണുന്ന ഒരു കാഴ്ചപ്പാട്, അതാണ് യോഗക്ഷേമ സഭയുടെ ഒക്കെ ഉയർത്തിപ്പിടിച്ചത്. ഇത്തരം ആചാര കാര്യങ്ങളിൽ, സെൻസിറ്റീവായ കാര്യങ്ങളിൽ തന്ത്രി ഇത്രയും വിവാദമായിരിക്കുന്ന ഒരു കാര്യത്തിൽ തന്ത്രി വിശ്വാസികൾക്കൊപ്പം നിന്നാണ് ആ കതവ് ചാരിയതോ നടയടച്ചതോ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ പ്രത്യേക സംഭവം ഉണ്ടായത്. ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഈ നീക്കം വളരെ പോസിറ്റീവാണ്. കാര്യം അതൊരു കോൺഫ്രണ്ടേഷണലായ നിലപാടല്ല. സുപ്രീം കോടതിയിൽ ഒരുപക്ഷെ കേസ് അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലെ ടെൻഷനോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സമ്മർദ്ദങ്ങളോ ഒക്കെ ഇല്ലാതാകുകയും തന്ത്രിക്ക് കുറെ കൂടെ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചാലും തന്ത്രിയോടൊപ്പം നിൽക്കാനാണ് വിശ്വാസ സമൂഹവും യോഗക്ഷേമ. രാഹുൽ ഈശ്വർ അതോടൊപ്പം തന്നെ പത്മകുമാർ പ്രതികരിച്ചതിന് 2 ആഴ്ചത്തെ സമയമാണ് വിശദീകരണം നൽകുന്നതിന് വേണ്ടി തന്ത്രി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആവർത്തിച്ചിരിക്കുന്നു. അതേസമയം തന്ത്രിക്ക് വിശദീകരണം നൽകേണ്ട ബാധ്യത ഇല്ല എന്നാണ് ഭക്തരുടെ വിശ്വാസമെന്ന് നിയമവിദഗ്ധരുമായി ആലോചിച്ചാണ് അതിലൊരു തീരുമാനമെടുക്കുക എന്ന് തന്ത്രി കുടുംബാംഗം കൂടിയായ രാഹുൽ ഈശ്വർ നിർദ്ദേശിച്ചു. ശബരിമല റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിച്ചേക്കും. സുപ്രീംകോടതി വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന താൽക്കാലിക തീയതി പ്രകാരമാണിത്. ശൈലജ വിജയൻ അടക്കമുള്ളവർ നൽകിയ ഹർജികൾ 8-ാം തീയതി പരിഗണിക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഏതെല്ലാം ഹർജികളാണ് 8-ാം തീയതി പരിഗണിക്കപ്പെടുക? 4 റിട്ട് ഹർജികളാണ് ശബരിമല വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ശൈലജ വിജയൻ അയ്യപ്പ ഭക്തർക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഹർജി, മറ്റു ചില അയ്യപ്പ ഭക്തർ നൽകിയിരിക്കുന്ന ഹർജി എന്നിവയാണ് പരിഗണനയിലുള്ളത്. നേരത്തെ തന്നെ ഈ റിട്ട് ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു. എന്നാൽ അന്ന് കോടതി ഈ റിട്ട് ഹർജികൾ പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല. പുനഃപരിശോധനാ ഹർജികളിൽ തീരുമാനം വന്നതിന് ശേഷം റിട്ട് ഹർജികൾ പരിഗണിക്കുന്നതിനായി മാറ്റിവയ്ക്കുകയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ചെയ്തിരുന്നത്. ഇപ്പോൾ പുനഃപരിശോധനാ ഹർജികൾ 22-ാം തീയതി പരിഗണിക്കാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. അത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ അനാരോഗ്യത്തെ തുടർന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. പുതിയ തീയതി പറഞ്ഞിട്ടുമില്ല. അതിനിടെയാണ് സുപ്രീം കോടതി വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന താൽക്കാലിക തീയതി പ്രകാരം ഫെബ്രുവരി 8-ാം തീയതി 4 റിട്ട് ഹർജികൾ പരിഗണിക്കാനുള്ള സാധ്യതയുള്ളത്. ആ റിട്ട് ഹർജികൾ പരിഗണിക്കുന്ന തീയതി കമ്പ്യൂട്ടർ ജനറേറ്റഡ് തീയതിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ റിട്ട് ഹർജി 8-ാം തീയതി പരിഗണിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനു മുമ്പ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണനയ്ക്ക് എത്തുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ അവധിയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഭരണഘടനാ ബെഞ്ചിന്റെ പുതിയ സിറ്റിംഗ് തീയതി നിശ്ചയിക്കുക. അത് ഫെബ്രുവരി 8-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാകുമോ എന്നാണ് ഈ തീയതിയുടെ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തീയതിയുടെ അടിസ്ഥാനത്തിൽ ഇനി അറിയേണ്ട കാര്യം. റൈറ്റ്. എം ഉണ്ണികൃഷ്ണനാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. റിട്ട് ഹർജികൾ ഫെബ്രുവരി 8-ന് പരിഗണിക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പുനഃപരിശോധനാ ഹർജി അതിനു മുൻപ് പരിഗണിക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടിയിരിക്കും.